സലാത്തും സലാമും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ പറയുക എന്നത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. ഇന്നല്ലാഹ വമലായികതഹു സല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സലാത്ത് പറയുക. സലാത്തിൻ്റെ വാചകങ്ങളിൽ ഏറെ ശ്രേഷ്ഠമായ വാചകമാണ് ഇബ്രാഹിമിയ സലാത്ത്. ഈ ആയത്തിറങ്ങിയപ്പോൾ സഹാബത്ത് വന്ന് നബിയോട് ചോദിച്ചു, നബിയെ സലാം അങ്ങേക്ക് പറയേണ്ടത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയാം. കൈഫ നുസല്ലി അലൈക റസൂലല്ലാഹ്, അങ്ങയുടെ പേരിൽ സലാത്ത് എങ്ങനെയാണ് പറയേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്ത് പഠിപ്പിച്ചു കൊടുത്തു. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ അലാ അലി മുഹമ്മദി എന്ന് തുടങ്ങുന്ന ഇന്നക ഹമീദും മജീദ് വരെയുള്ള സലാത്ത് പഠിപ്പിച്ചു കൊടുത്തു. അതുപോലെ നോക്കൂ, നബിയുടെ പേരിൽ ചുരുങ്ങിയ രൂപത്തിൽ സലാത്ത് പറയാം. ഉദാഹരണത്തിന് നബിയുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ പറയുന്ന സലാത്ത് ഉണ്ടല്ലോ, സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെങ്കിൽ അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ നബീക മുഹമ്മദ് എന്നിങ്ങനെ സലാത്തിൻ്റെയും സലാമിൻ്റെയും ചുരുങ്ങിയ വാചകം പറയാം. അത് സലാത്താണ്. അത് പൂർണ്ണമായ ഏറ്റവും നല്ല വാചകം ഏതാണ്? അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ അലാ അലി മുഹമ്മദ് എന്നോട്ട് ഇന്നക ഹമീദും മജീദ് വരെയുള്ള ഇബ്രാഹിമിയ സലാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സല്ല അലയ്യ സലാത്തൻ സല്ലല്ലാഹു അലൈഹി അശ്റാ, അള്ളാഹു 10 അനുഗ്രഹങ്ങൾ ചൊരിയും ആർക്ക്? എൻ്റെ പേരിൽ ഒരു സലാത്ത് പറഞ്ഞവൻ. അള്ളാഹു അവൻ്റെ റസൂലിന് സലാത്ത് ചൊരിയുന്നു. എന്താണ് അങ്ങനെ പറഞ്ഞാൽ അർത്ഥം? റബ്ബ് സുബ്ഹാനഹു വതആല അവൻ്റെ ഉന്നതരായ മലക്കുകൾക്കരികിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പരാമർശിക്കുന്നു. അതാണ് റബ്ബിൻ്റെ സലാത്ത് എന്ന് പറഞ്ഞാൽ. മലായിക്കത്തിൻ്റെ സലാത്തും നമ്മുടെ സലാത്തും എന്താണ്? നബിക്ക് സലാത്തിനു വേണ്ടി അള്ളാഹുവിനോട് തേടുന്നു. അതാണ് മലക്കുകളുടെ സലാത്ത്. അതുപോലെ നമ്മുടെ സലാത്ത് അള്ളാഹുവിനോട് തേടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിൽ സലാത്തു സലാം നൽകുക. സലാത്തിൻ്റെ കാര്യം വളരെ വളരെ ശ്രദ്ധിക്കണം. നബിയോടുള്ള മഹബത്തിൻ്റെ അടയാളമാണ് സലാത്ത്. അതുപോലെ സലാത്ത് നമ്മൾ ചൊല്ലുന്നതിലൂടെ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതുകൊണ്ട് ഖൈർ ലഭിക്കും, ചൊല്ലുന്ന നമുക്ക് ലഭിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതുകൊണ്ട് ഖൈർ ലഭിക്കും. നമ്മുടെ ഏത് അമലിനെയും ഖൈർ ആർക്ക് പോകും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോകും. അതുകൊണ്ടാണ് ചില ആളുകൾ പറയാറുണ്ട്, ഞാൻ ഖുർആൻ ഓതി നബിക്ക് വേണ്ടി നിയത്താക്കി ഞാൻ ഖുർആൻ ഓതട്ടെ, നബിക്ക് വേണ്ടി നിയത്താക്കി ഞാൻ നോമ്പെടുക്കട്ടെ നബിയോടുള്ള സ്നേഹം കൊണ്ട് എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട്. അല്ല, നീ നിനക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യുക, യാതൊരു സംശയവുമില്ല, അതിൻ്റെ പ്രതിഫലം ആർക്ക് കൂടിയുള്ളതാണ്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം നബി പഠിപ്പിക്കാത്ത ഒരു ഖൈർ നിനക്ക് ചെയ്യാൻ കഴിയില്ല. ഏത് ഖൈർ ചെയ്യുന്നുണ്ടോ അത് ആദ്യം പഠിപ്പിച്ചതെന്ന് ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. സലാത്ത് ചൊല്ലുമ്പോൾ അത് നബിക്ക് വേണ്ടിയുള്ള സലാത്താണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിൻ്റെ ഖൈറുണ്ട്, നമുക്ക് അതിൻ്റെ ഖൈറുണ്ട്. നബി നമ്മളോട് കൽപ്പിച്ചു, എന്ത്? എൻ്റെ പേരിൽ സലാത്ത് ചൊല്ലുക. അതേതുപോലെയാണ് ഒരു ഉപ്പ മകനോട് പറയുകയാണെന്ത്? ഉപ്പാക്കും കുടുംബത്തിനൊക്കെ വേണ്ടി ദുആ ചെയ്യണം കേട്ടോ എന്ന് ഉപ്പ പറയുമ്പോൾ അത് മറ്റുള്ള ഒരാളോട് ഇനി എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് ആവശ്യപ്പെടുന്ന പോലെയാണോ? അല്ല. മറ്റുള്ള ആളുകളോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടാതിരിക്കലാണ് നല്ലത്. മറ്റുള്ള ആളുകളോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് ആവശ്യപ്പെടാതിരിക്കലാണ് നല്ലത്. ആവശ്യപ്പെട്ട തെറ്റൊന്നുമില്ല, കുറ്റമൊന്നുമില്ല, പക്ഷെ ആവശ്യപ്പെടാതിരിക്കുകയാണ് നല്ലത്. എന്തുകൊണ്ട്? നീ റബ്ബിനോട് നേരത്തെ ഇടുക. നിനക്ക് റബ്ബിനിടയിൽ ഒരാളെയും വെക്കാതിരിക്കുക, അതാണ് ഏറ്റവും ഖൈർ. സുഫിയാൻ ബിൻ ഉയൈന എന്ന താബിഈങ്ങളിൽപ്പെട്ട മഹാനായ പണ്ഡിതൻ പറഞ്ഞു, ലാ യംനഅന്ന അഹദകും ഫീമാ അലിമ മിൻ നഫ്സിഹി അൻ യദ്ഉ ബിദ്ദുആ. നിങ്ങളിൽ ഒരാളും അവനവനെക്കുറിച്ച് ഓർത്ത് ഞാൻ വലിയ പാപിയാണല്ലോ, തെറ്റുകാരനാണല്ലോ, ദോഷിയാണല്ലോ എന്ന് വിചാരിച്ച് അള്ളാഹുവിനോട് തേടാതിരിക്കരുത്. കാരണം ഫഇന്ന അല്ലാഹ ഖദ് അജാബ ദുആഅ ശർരി ഖൽഖിഹി, അള്ളാഹു അവൻ്റെ പടപ്പുകളിൽ ഏറ്റവും മോശക്കാരൻ്റെ ദുആഇന് പോലും ഉത്തരം നൽകിയിട്ടുണ്ട്. ആരാണത്? ഇബ്ലീസ്. അള്ളാഹുവിനോട് അവൻ തേടി, റബ്ബേ എനിക്ക് സമയം നീട്ടി തരണേ. അള്ളാഹു പറഞ്ഞു നിനക്ക് സമയം നീട്ടി തന്നിരിക്കും. ഇബ്ലീസിനെക്കാളും മോശക്കാരൻ ആരുണ്ട്? അതുകൊണ്ട് തെറ്റുകൾ ഓർത്ത് അള്ളാഹുവിനോട് തേടാതിരിക്കരുത്. നീ ആരോടും പറയണ്ട, നീ തേടുക റബ്ബിനോട്, അള്ളാഹുവിനോട് തേടുക, നേരിട്ട് തേടുക, ഒരാളോടും പറയേണ്ടതില്ല. പറയാതിരിക്കലാണ് ഏറ്റവും നല്ലത്. എന്ന് മാത്രമല്ല, സ്ഥിരം ഇത് ശീലമാക്കുക എന്നത് തെറ്റാണ്. ചില ആളുകൾ കാണും, ആരെ കണ്ടാലും ദുആ ചെയ്യണം കേട്ടോ, ദുആ ചെയ്യാൻ മറക്കണ്ട. ഇതാരെ കണ്ടാലും ഇങ്ങനെ കൈപിടിച്ച് പിരിയുമ്പം പറയാന്നുള്ളത് ശരിയല്ല, ശരിയായ രീതിയല്ല, അത് മാതൃകയില്ലാത്ത കാര്യമാണ്. നീ അള്ളാഹുവിനോട് നേരിട്ട് ദുആ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ മറക്കാതെ ഒരു ഹറാമായ കാര്യമല്ല ഒരാളോട് പറയാന്നുള്ളത്, അത് ശീലമാക്കുക ശരിയല്ല. പക്ഷെ ഒരാളോട് പറയുക എന്നത് തെറ്റല്ല, പക്ഷെ നല്ലത്, ഏറ്റവും നല്ലത് നീ അള്ളാഹുവിനോട് നേരെ തേടുകയാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഉപ്പ മകനോട് പറയാം, മക്കളോട് ദുആ ചെയ്യണം, ഉപ്പാക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, അതെന്തല്ല, അത്
മറ്റുള്ളവരോട് ആവശ്യപ്പെടുന്ന പോലെയല്ല. അതൊരു ഖൈർ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു കൽപ്പനയുടെ ബാബിലാണ് വരിക. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളോട് എനിക്ക് വേണ്ടി സലാത്ത് ചൊല്ലൂ എന്ന് പറഞ്ഞത് ആ രൂപത്തിലാണ് വരിക. മനസ്സിലായില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്കൊരു സലാത്ത് ചൊല്ലൂ എന്ന് പറയും. അതിൻ്റെ ഖൈർ നബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ട്, അതുപോലെ നമുക്കുണ്ട്. നമ്മളെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന പോലെ ദുആ ചെയ്യാൻ പഠിപ്പിച്ചു കൊടുക്കുന്ന പോലെ, മകപ്പാക ദുആ ചെയ്യണം എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ആരുടെ സ്ഥാനത്താണ്? ഉപ്പയുടെ സ്ഥാനത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുമുണ്ട്, ഞാൻ നിങ്ങൾക്ക് പിതാവിൻ്റെ സ്ഥാനത്താണ്, ഉപ്പയുടെ സ്ഥാനത്താണെന്ന്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നജസ് വൃത്തിയാക്കുന്ന ഔറത്തുമായി ബന്ധപ്പെട്ട ആ ഫിഖ്ഹിയായ തഹാറത്തുമായി ബന്ധപ്പെട്ട ഒരു മസാല പഠിപ്പിക്കുമ്പോൾ നബി പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് ഉപ്പയെ പോലെ. നോക്കൂ ആ വാചകം. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നസീഹത്ത് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഞങ്ങൾക്ക് ഉപ്പയെ പോലെ, ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരികയാണ്. നബിയുടെ ഭാര്യമാർ നമ്മുടെ ഉമ്മമാരാണ്. അസ്വാജുഹു ഉമ്മഹാത്തുഹും. ആയത്തിൻ്റെ കൂടെ സഹാബത്ത് പറഞ്ഞത് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിതാവിനെ പോലെ. അതാണ് ലൂത്ത് നബി എന്തു പറയുന്നത്? സ്വർഗാനുരാഗികളായ ആളുകളോട് പറയുന്നത്, ഹൗലാഇ ബനാതി, എൻ്റെ മക്കളിതാ, ഹുന്ന അത്ഹറു ലക്കും, പെൺമക്കളിതാ, അവരാണ് നിങ്ങൾക്ക് നല്ല. ഈ പെൺമക്കൾ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശം? ലൂത്ത് നബിയുടെ പെൺമക്കൾ എന്നല്ല, എൻ്റെ സമൂഹത്തിൽ പെൺമക്കളിതാ, സ്ത്രീകളിതാ, അവരെ നിങ്ങൾ വിവാഹം ചെയ്യൂ. ഖുർആനിൽ നിങ്ങൾ വായിച്ചിട്ടില്ല ലൂത്ത് നബി പറയുന്നത് എൻ്റെ പെൺമക്കളിതാ. എന്താണ് ആ പെൺമക്കൾ എന്ന് പറഞ്ഞ അർത്ഥം? ഉമ്മത്തിലെ സ്ത്രീകളാണ്, അവരാണ് നിങ്ങൾ വിവാഹം ചെയ്യേണ്ടത്, അല്ലാതെ പുരുഷന്മാരെ അല്ല. അതാണ് അതിൻ്റെ അർത്ഥം. കാരണം നബിമാർ സമൂഹത്തിലെ ഉപ്പയുടെ സ്ഥാനത്താണ്, പിതാവിൻ്റെ സ്ഥാനത്താണ് ഒരു ഉമ്മത്തിലെ അള്ളാഹു നിയോഗിച്ച നബിക്കുള്ളത്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നമ്മുടെ പിതാവിനേക്കാൾ വലുതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേണ്ടി സലാത്ത് ചെല്ലുക, നബിയോട് പരലോകത്ത് ഏറ്റവും അടുത്തുണ്ടാവുക, സലാത്ത് വർദ്ധിപ്പിച്ചവരാണ്.